നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 465 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി KP മോഹനൻ പറഞ്ഞു. ദുരിതബാധിതർക്കായി കാനറ ബാങ്ക് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം പുല്ലൂർ പെരിയയിൽ നടന്നു. കേരകർഷകർക്ക് സഹായവുമായി നീര നവംബർ 1 വിപണിയിലെത്തും. പടന്നക്കാട് കാർഷിക കോളേജിൽ നീര പൈലറ്റ് പ്ലാന്റിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ അവലോകനം നടന്നു. JP ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങൾ കാഞ്ഞങ്ങാട്ട് നടന്നു. മുൻമന്ത്രി K ചന്ദ്രശേഖരൻ സ്മരണികയുടെ പ്രകാശനം മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. നികുതി വർധനവിനെതിരെ BMS സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സ്കൂൾ ബസ് സ്റ്റാഫ് യൂണിയൻ കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മാനവ ഏകതാ മിഷൻ സംഘടിപ്പിക്കുന്ന പ്രത്യാശയുടെ പദയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ഉള്ളോടുള്ളം പരിപാടി കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ വിശദമായി. വേദനകൾ മറന്ന് അവർ എത്തി. സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈപ്പറ്റാൻ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാനറ ബാങ്കിന്റെ സഹായത്തോടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കാനറ ബാങ്കിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാന ചടങ്ങ് പുല്ലൂർ പെരിയയിലെ തടത്തിൽ വെച്ച് നടന്നു. ജില്ലയിലെ 11 ദുരിതബാധിത പഞ്ചായത്തിലെ ഓരോ കുടുംബങ്ങൾക്കാണ് കാനറ ബാങ്ക് സഹായത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത്. ഓരോ വീടിനും 3 ലക്ഷം രൂപ ചെലവഴിച്ച് 11 വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടത്തിലെ എൻഡോസൾഫാൻ ദുരിതബാധിതനായ പ്രവീൺ രാജിനായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനത്തിന് മന്ത്രി KP മോഹനൻ എത്തി. ജില്ലയിൽ നിർമ്മിച്ച മറ്റു വീടുകളുടെ താക്കോൽദാനവും നടന്നു. സുമലത എൻമകജെ പഞ്ചായത്ത്, മിനി കള്ള പഞ്ചായത്ത്, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ കേന്ദ്രത്തിന് മുന്നിൽ 485 കോടി രൂപയുടെ പദ്ധതി സമർപ്പിച്ചിട്ടുള്ളതായി കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ പറഞ്ഞു. താക്കോൽദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹായം നൽകാൻ വേണ്ടി മറ്റ് സേവന സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ വീടുകൾ വെച്ചു കൊടുക്കാനും ഒക്കെ തന്നെ മുന്നോട്ട് വരുന്നത്. അത് എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ശ്രേഷ്ഠകരമായ കാര്യമായിട്ടാണ് കാണുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം നൽകാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ഒക്കെ തന്നെ കേന്ദ്രത്തിൽ ആവശ്യപ്പെട്ടതാണ് 485 കോടിയുടെ പ്രൊജക്റ്റ്. എന്തായാലും ഇപ്പോഴൊരു സന്തോഷമുള്ളത് അത് പരിഗണിക്കാം എന്നൊരു വാക്ക് ഇപ്പോഴത്തെ ബഹുമാന്യനായ മന്ത്രി കാർഷിക വികസന വകുപ്പ് മന്ത്രി ശ്രീ രാധാമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പകുതിയെങ്കിലും 485 കോടിയുടെ പദ്ധതിയാണ് പദ്ധതിയാണ് കൊടുത്തതെങ്കിലും അതിൽ പകുതിയെങ്കിലും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമാണ്. K കുഞ്ഞരാമൻ MLA അധ്യക്ഷനായി. കാനറ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K ഹരിഹരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയ കെയർ ഭാരവാഹി സുകുമാരനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കാനറ ബാങ്ക് അസിസ്റ്റന്റ് ജനറൽ മാനേജർ K രാമചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനു ഗംഗാധരൻ, പഞ്ചായത്ത് അംഗം വിനോദ് കുമാർ പള്ളയിൽ വീട് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ സ്വാഗതവും ഡെപ്യൂട്ടി കളക്ടർ NP ബാലകൃഷ്ണൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീര നവംബർ 1 വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. പടന്നക്കാട് കാർഷിക കോളേജിൽ നീര പൈലറ്റ് പ്ലാന്റിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പടന്നക്കാട് കാർഷിക കോളേജിൽ നീര ഉൽപാദനത്തിന്റെ ടാപ്പിംഗ് ടെക്നീഷ്യന്മാരുടെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി KP മോഹനൻ. ഈ നവംബർ 1 കേരളത്തിലുടനീളം നീരയുടെ വിപണനം ഔദ്യോഗികമായിട്ട് നടത്തപ്പെടണം എന്നാഗ്രഹിക്കുകയാണ് ഞങ്ങൾ. ആദ്യപടിയായിട്ട് സെക്രട്ടേറിയറ്റിൽ നീര വെൻഡിങ് മെഷീൻ സ്ഥാപിക്കുകയാണ്. ഇവിടെ ATM മോഡൽ ATM പണം എടുക്കുന്നത് പോലെ 30 രൂപ 30 രൂപയായിട്ട് 30 രൂപ ഇട്ടാൽ 50 രൂപ ഇട്ടാൽ നീരയുടെ ഒരു 200 മില്ലിയുള്ള കുപ്പി പുറത്തേക്ക് വരും. അതെടുത്ത് കുടിക്കാൻ പോകാം. ചടങ്ങിൽ ഫാമിലെ ജലസംഭരണിയുടെ ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ V ഗൗരി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ,
ഡോക്ടർ കെ മുരളീധരൻ, ഡോക്ടർ വി രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കുള്ളൻ പശുവിനെ കാർഷിക കോളേജിന് കൈമാറി കർഷകനായ ഫിലിപ്പ് മാതൃകയായി. കുള്ളൻ പശുവിനെ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഫിലിപ്പ് കുള്ളൻ പശുവിനെ കാർഷിക കോളേജിന് നൽകിയത്. കാസർഗോഡിന്റെ തനതു പശുവായ കുള്ളൻ പശുവിനെ കാർഷിക കോളേജിന് ദാനമായി നൽകി കർഷകൻ ഫിലിപ്പ് മാതൃകയായി. തന്റെ ഫാമിലെ കുള്ളൻ പശുവിനെ സർക്കാർ ഉടമസ്ഥതയുള്ള പടന്നക്കാട് കാർഷിക കോളേജിന് ദാനമായി നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം മാതൃക കാട്ടിയത്. സംരക്ഷിക്കപ്പെടേണ്ട കുള്ളൻ പശുവിനെ കാർഷിക കോളേജ് ഏറ്റെടുത്തതോടുകൂടി സർക്കാർ തന്നെ അംഗീകാരം നൽകിയതിന് തുല്യമായെന്ന് അദ്ദേഹം പറഞ്ഞു. JP ലോഹ്യ ദിനാചരണങ്ങൾ കാഞ്ഞങ്ങാട് നടന്നു. മുൻമന്ത്രി കെ ചന്ദ്രശേഖരൻ സ്മരണികയുടെ പ്രകാശനം മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. ജയപ്രകാശ് നാരായണന്റെ രാഷ്ട്രീയ പ്രവർത്തനം വാക്കുകളിലൂടെ ഉള്ളതായിരുന്നില്ലെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. പ്രായോഗിക തലത്തിലും അദ്ദേഹം വിപ്ലവകാരിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാഞ്ഞങ്ങാട്ട് JP ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട്ട് നടന്ന JP ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ തലങ്ങളിലല്ലെങ്കിലും 3 പേരും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മളോട് ദാർശനികരായിട്ട് മാറിക്കൊണ്ട് ഉത്ബുദ്ധരാക്കാൻ വേണ്ടിയല്ല ശ്രമിച്ചത്, മറിച്ച് പ്രായോഗികതയിലേക്ക് കടന്നുകൊണ്ട് കർമ്മനിരതരായി പ്രവർത്തിച്ചുകൊണ്ട് എന്താണ് സാമൂഹ്യ നീതി എന്ന് നടപ്പിലാക്കി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയ വ്യക്തിത്വത്തിന്റെ ഉടമകളായിരുന്നു 3 പേരും. ചടങ്ങിൽ മുൻമന്ത്രി കെ ചന്ദ്രശേഖരന്റെ സ്മരണികാ പ്രകാശനവും നടന്നു. ഡോക്ടർ വർഗീസ് ജോർജ് സ്മരണിക പരിചയപ്പെടുത്തി. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ ദിവ്യ, KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, മടിക്കൈ കമാരൻ, AK നാരായണൻ, മെട്രോ മുഹമ്മദ് ഹാജി, K വേണുഗോപാലൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷനായി. K അമ്പാടിയാരെ സ്വാഗതവും PV തമ്പാൻ നന്ദിയും പറഞ്ഞു. നികുതി വർധനവിനും വിലക്കയറ്റത്തിനുമെതിരെ BMS പ്രക്ഷോഭം തുടങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനും വൈദ്യുതി ചാർജ് വർധനവിനുമെതിരെ BMS സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ നടന്ന സായാഹ്ന ധർണ BMS സംസ്ഥാന സമിതി അംഗം P ദാമോദര പണിക്കർ ഉദ്ഘാടനം ചെയ്തു. അഴിമതികളിലൂടെ കടന്നുപോകുന്ന നമ്മുടെ സർക്കാർ കാലാകാലങ്ങളിൽ ജനശ്രദ്ധമാക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങളെ ഒഴിപ്പിച്ചുവിട്ടുകൊണ്ട് മദ്യനിരോധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങൾ ജനങ്ങളെ മുന്നിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന്റെ ഏതൊരു വകുപ്പെടുത്താലും ഏതൊരു മന്ത്രിസഭയുടെ ഏതൊരു വിഭാഗത്തിലെടുത്താൽ പോലും ഓരോ മന്ത്രിയും ഓരോ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ബാബു മാവുങ്കാൽ അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി സത്യനാഥ് സ്വാഗതം പറഞ്ഞു. ചെരുമ്പ ഹയാത്തുൽ ഇസ്ലാം ജമാഅത്തെ ഖാസിയുടെ സ്ഥാനാരോഹണവും പൊതുസമ്മേളനവും 12-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെരുമ്പ ജമാഅത്ത് ഖാസിയായി മതപണ്ഡിതനായ ശൈഖൂന അബ്ദുൾ ഖാദർ മുസ്ലിയാരുടെ ചുമതലയേൽക്കുന്ന ചടങ്ങ് 12-ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. ചെരുമ്പ ജമാഅത്ത് പള്ളിയിൽ വെച്ച് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങ് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചടങ്ങിൽ പ്രമുഖ മതപണ്ഡിതർ പങ്കെടുക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ KM ബഷീർ, PM അബൂബക്കർ, അബ്ദുൾ റഹ്മാൻ, അബ്ദുള്ള പള്ളിപ്പുഴ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂൾ ബസ് സ്റ്റാഫ് യൂണിയൻ കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് താലൂക്ക് കൺവെൻഷൻ നടന്നു. കിഴക്കങ്കര ചിത്ര ഓഡിറ്റോറിയത്തിലാണ് കൺവെൻഷൻ നടന്നത്. സ്കൂൾ ബസ് സ്റ്റാഫ് യൂണിയൻ കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് താലൂക്ക് കൺവെൻഷനുകൾ നടന്നു. കൺവെൻഷൻ BMS ജില്ലാ സെക്രട്ടറി T കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഭാരതത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രത്യക്ഷ സമരം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയിട്ടാണ് ഇന്ന് ട്രേഡ് യൂണിയൻ സംഘടനകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തന്നെ 2 പരിപാടികളിൽ നമുക്കിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം INTUC ജില്ലാ സെക്രട്ടറി CO സജി നിർവഹിച്ചു. AMV രഞ്ജിത്ത് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വിവിധ യൂണിയൻ പ്രതിനിധികളായ അൻവർ മാങ്ങാടൻ, സത്യനാഥ്, വാസുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് രാജൻ മണിക്കർ അധ്യക്ഷനായി.
കോർഡിനേഷൻ കൺവീനർ ജി വിജയൻ സ്വാഗതവും സണ്ണി ജോസഫ് നന്ദിയും പറഞ്ഞു. 1 ലക്ഷം യുവ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ലഹരി വിമുക്ത യുവകർഷക സദസ്സും കാർഷിക സെമിനാറും സംഘടിപ്പിച്ചു. മഹാകവി പി സ്മാരക മന്ദിരത്തിലാണ് സെമിനാർ നടന്നത്. മദ്യവർജനത്തിനായി സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് 1 ലക്ഷം യുവകർഷക സമിതിയുടെ സംസ്ഥാന കമ്മിറ്റി കാഞ്ഞങ്ങാട്ട് ലഹരി വിമുക്ത യുവകർഷക സദസ്സ് സംഘടിപ്പിച്ചത്. മന്ത്രി KP മോഹനൻ യുവകർഷക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഓരോരുത്തരും സംരംഭകരായിട്ട് മാറിക്കൊണ്ട് നമുക്ക് ഈ സംസ്ഥാനത്തുള്ള ഞങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്നത്, ജൈവ കാർഷിക സംസ്ഥാനം എന്ന ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കൈവരിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പം ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു പുതിയ പദ്ധതിയാണ്. എല്ലാ MLA-മാർക്കും ഞാൻ കത്തയച്ചിട്ടുണ്ട്. അവിടുത്തെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ആൾ നേതൃത്വം വിളിച്ചു ചേർത്തുകൊണ്ട് MLA-യുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ തന്നെ വിളിച്ചെത്തു. ആ മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് തമ്മിൽ ഒരു മത്സരം സംഘടിപ്പിക്കുക. ഏതാണ് സമ്പൂർണ്ണമായിട്ട് ആദ്യമായിട്ട് ജൈവ കാർഷിക പഞ്ചായത്താക്കി മാറ്റുക. സംസ്ഥാന പ്രസിഡന്റ് KP ബൈജു അധ്യക്ഷത വഹിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ, ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ K ചന്ദ്രൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശോഭന, വേണുഗോപാലൻ പോറ്റി, കാട്ടാക്കട രാമു, സെബാസ്റ്റ്യൻ വെള്ളാങ്കുഴി, KM മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. കുമ്പള മുജങ്കാവ് ക്ഷേത്രത്തിലെ കാവേരി തീർത്ഥസ്നാനം 17-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുജങ്കാവ് ശ്രീ പാർത്ഥസാരഥി കൃഷ്ണദേവ ക്ഷേത്രത്തിലെ കാവേരി തീർത്ഥസ്നാനം 17-ന് നടക്കും. വെള്ളിയാഴ്ച രാവിലെ 4 മണിക്ക് വാദ്യഘോഷങ്ങളോടെ പരിപാടിക്ക് തുടക്കമാകും. ഭക്തജനങ്ങൾ കുളിച്ച് ശുദ്ധമായി വന്ന് മുജങ്കാവ് ക്ഷേത്രകുളത്തിൽ തീർത്ഥസ്നാനം ചെയ്ത് കുളത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പച്ചരിയും മുദ്രയും കുളത്തിൽ അർപ്പിക്കുകയും ചെയ്യും. പിന്നീട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പ്രസാദം സ്വീകരിക്കുന്നതോടെ ചടങ്ങ് സമാപിക്കും. ഇത്തവണ ഏകദേശം 50,000-ഓളം ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 4 മണിക്ക് അവിടുത്തെ മേശാന്തി വെള്ളിൻ്റെ കൊടപ്പാനത്തിൽ വെള്ളിൻ്റെ പാത്രത്തിൽ തീർത്ഥം കൊണ്ടുവന്നിട്ട് ദേവന് അഭിഷേകം ചെയ്യൂ. അപ്പോൾ തീർത്ഥസ്നാനം തുടങ്ങും. തീർത്ഥസ്നാനത്തിൻ്റെ സമ്പ്രദായം എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ കുളിച്ചിട്ട് ഇവിടെ വരണം, പരിശുദ്ധമായിട്ട് വരണം. ഇവിടെ കുളിച്ചിട്ട് ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് നനഞ്ഞത് വിട്ടിട്ട് ഡ്രൈ ക്ലോത്തിൽ ഉണങ്ങിയതിൽ പച്ചരിയും മുദ്രയും പ്രദക്ഷിണ ഇട്ടുകൊണ്ട് വരണം. പച്ചരിയും മുദ്രയും അവിടെ അമ്പലത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി M സുബ്രായ ഭട്ട്, ബാലകൃഷ്ണ അഗിത്തായ, H ശ്യാം ഭട്ട്, K ഗോപാലകൃഷ്ണ ഗട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പുല്ലൂർ പെരിയ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പദയാത്ര വിജയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം. പഞ്ചായത്ത് തല കൺവെൻഷൻ പെരിയയിൽ നടന്നു. കോൺഗ്രസ് പുല്ലൂർ പെരിയ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 12-ന് നടക്കുന്ന പദയാത്ര വിജയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് പുല്ലൂർ പെരിയ മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചു. KPCC നിർവാഹക സമിതി അംഗം P ഗംഗാധരൻ നായർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ രംഗത്ത് കഴിഞ്ഞ കുറേ വർഷമായി വളരെ സൈലൻ്റാണ്, വളരെ സൈലൻ്റാണ്. അത് സൈലൻ്റായി പോയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കിട്ടുന്നില്ല. കാരണം പാർട്ടിക്ക് പ്രയോജനമില്ല. പാർട്ടിക്കും എല്ലാം പ്രയോജനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ കർമ്മരംഗത്ത് സജീവമായി ഉണ്ടാകണം. ഒരുപാട് ഇഷ്യൂസ് നമുക്കില്ലേ. ഏതെങ്കിലും ഇഷ്യൂ പ്രതികരിക്കാൻ കഴിയുന്നത് 4 ആൾ കൂടി രണ്ട് മുദ്രാക്കി വിളിച്ച് പോയൊരു കാര്യം. നമ്മുടെ ഒരു കാര്യത്തിൽ ഇടപെട്ടാൽ അയാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിച്ച കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം. മണ്ഡലം പ്രസിഡന്റ് V ചന്ദ്രൻ ഇരിയ അധ്യക്ഷത വഹിച്ചു. പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൗവൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹൊസ്ദുർഗ് ജില്ലാ സ്കൂൾ കലോത്സവം കോട്ടപ്പുറം CH മുഹമ്മദ് കോയ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. കലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കൗമാരകലകളുടെ ഉത്സവരംഗമായ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ നാടും ജനങ്ങളും ജനപ്രതിനിധികളുമെല്ലാം. 55ാമത് സ്കൂൾ കലോത്സവത്തിനാണ് കോട്ടപ്പുറം CH മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥ്യം വഹിക്കുന്നത്. കോട്ടപ്പുറം വൈകുണ്ഠം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുത്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ TV ശാന്ത സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടനവധി കഴിവ് തെളിയിച്ച കലാകാരന്മാരെയും കായിക പ്രതിഭകളെയൊക്കെ വളർത്തിയെടുത്ത നമ്മുടെ നീലേശ്വരത്ത് യുവജനോത്സവം പോലെയുള്ള ഒട്ടനവധി പരിപാടികൾ നടത്തി പരിചയസമ്പന്നരായ ആളുകളാണ്, നേതാക്കന്മാരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കോട്ടപ്പുറം സ്കൂളിൽ നടക്കാൻ പോകുന്ന സ്കൂൾ കലോത്സവം വൻ വിജയത്തോടുകൂടി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള
ഒരു നിശ്ചയദാർഢ്യമാണ് നമുക്കുള്ളത്. പുഴക്കര റഹീം അധ്യക്ഷനായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവും വിദ്യാഭ്യാസ ചിന്തകനുമായ ശ്രീ എം കാഞ്ഞങ്ങാടെത്തി. ഉള്ളോടുള്ളം പരിപാടിയിൽ ശ്രീ എം സംവദിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ ശ്രീ എം മുഖ്യപ്രഭാഷണം നടത്തി. ശാന്തമായിട്ട് മനസ്സിനെ നിർത്തിയാൽ അതാണ് യോഗം. പക്ഷെ യോഗത്തിൻ്റെ അവസാനമല്ല, അതാണ് കൈവല്യത്തിൻ്റെ തുടക്കം. അവിടെയാണ് റൺവേ, അവിടെ നിന്നാണ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അതില്ലാതെ പറ്റില്ല. അതുകൊണ്ട് അതിനുള്ള പല വിധത്തിലും പല അഭ്യാസങ്ങളും പല മാർഗങ്ങളും അത് കൊണ്ടുവരാനുള്ള പല മാർഗങ്ങളുമുണ്ട്. എല്ലാവർക്കും ഒന്നും സൂട്ട് ചെയ്യില്ല, പലർക്കും പല മാർഗങ്ങൾ. വളരെ ഭക്തിയുള്ളവർക്ക് യോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തി മനസ്സിൽ നിറയുമ്പോൾ തന്നെ മനസ്സനുസരിച്ച് എല്ലാ വൃത്തികളും മാറിക്കിട്ടും. ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു പരമാനന്ദം ഉണ്ടാകും മനസ്സിൽ. മാനവ ഏകതാ മിഷൻ സംഘടിപ്പിക്കുന്ന പ്രത്യാശയുടെ പദയാത്ര എന്ന പരിപാടിയുടെ ഭാഗമായാണ് ശ്രീ എം കാഞ്ഞങ്ങാട്ടെത്തിയത്. എമ്മിന്റെ പ്രഭാഷണം കേൾക്കാൻ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും നിരവധി പേർ എത്തിച്ചേർന്നു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദ്വിദിന ക്യാമ്പ് നടന്നു. ക്യാമ്പിന്റെ ഭാഗമായി നിരവധി പരിശീലന പരിപാടികൾ നടന്നു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ ദിവ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സേവന മനസ്കരായി നമ്മുടെ നാടിന്റെ സർവ്വ മേഖലകളിലും നിങ്ങളാൽ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു നേതൃത്വ പാഠവും നിങ്ങൾ കൈക്കലാക്കിക്കൊണ്ട് ഭാവിയിൽ നല്ല പൗരന്മാരായി വളരാനുള്ള ഒരു പരിശീലനമാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഘടനകളോട് പങ്കാളികളായതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വാർഡ് കൗൺസിലർ TV ശൈലജ അധ്യക്ഷയായി. സി ഗംഗാധരൻ, അബ്ദുൾ സത്താർ, NP പ്രേമരാജൻ, AV സുരേഷ് ബാബു, VS ബാബു, V ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം, സംഗീത സായാഹ്നം, ക്യാമ്പ് ഫയർ ഓറിയന്റേഷൻ, ശുചിത്വ സന്ദേശ ബോധവൽക്കരണ പരിപാടി തുടങ്ങിയവ നടന്നു. ക്യാമ്പ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം, പ്ലാസ്റ്റിക് ശേഖരണം, ഹൊസ്ദുർഗ് കോട്ട സംരക്ഷണ ബോധവൽക്കരണം തുടങ്ങിയവ നടന്നു. ദ്വിദിന ക്യാമ്പിന് T സുരേഷ്, സനൽ പാടിക്കാനം, മുഹമ്മദ് ഷെരീഫ്, നന്ദകുമാർ കോറത്ത് എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ ചിത്രകാരൻ KP ഉല്ലാസ് ബാബുവിന്റെ പ്രയാണകം യാത്രാ പുസ്തകത്തിന്റെ പ്രകാശനം 13-ന് കാസർഗോഡ് നടക്കും. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ പ്രകാശനം നിർവഹിക്കുമെന്ന് ഉല്ലാസ് ബാബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ളയ്ക്ക് പുസ്തകം കൈമാറി പ്രകാശനം ചെയ്യും. ചടങ്ങിൽ വത്സൻ പിലിക്കോട് പുസ്തക പരിചയം നടത്തും. AS മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ നിരവധി പ്രമുഖർ സംബന്ധിക്കും. പതിവ് യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിലെ അത്രയൊന്നും പരാമർശിച്ചിട്ടില്ലാത്ത നൊക്കലിക്കായ് വെള്ളച്ചാട്ടം, ലോക പൈതൃക പട്ടികയിലിടം നേടിയ മലയോര റെയിൽപാതകളിലൊന്നായ കൽക്ക ഷിംല റൂട്ടിലൂടെയുള്ള ട്രെയിൻ യാത്ര തുടങ്ങിയ അത്യപൂർവങ്ങളായ യാത്രകളുടെ നേരനുഭവങ്ങൾ പറയുന്ന പുസ്തകമാണ് പ്രയാണകം. ഇന്ത്യയിൽ ഒരു യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏവർക്കും ഈ പുസ്തകം സഹായിയായി മാറുമെന്ന് ഉല്ലാസ് ബാബു പറഞ്ഞു. ശ്രീ KP ഉല്ലാസ് ബാബു തൻ്റെ യാത്രാ വിവരണം പ്രയാണകം എന്ന പേരിലൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. പ്രസ്തുത പുസ്തകത്തിൻ്റെ പ്രകാശനം ഒക്ടോബർ 13 തിങ്കളാഴ്ച വൈകിട്ട് 3 മണിക്ക് കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രമുഖ എഴുത്തുകാരനായ ശ്രീ CV ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്യുകയാണ്. ഇന്ത്യയിലെ ഏകദേശം 10 സംസ്ഥാനങ്ങളിലൂടെ നടത്തിയ യാത്രകൾ വളരെ ആധികാരികമായി ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ യാത്രകൾ വെറുതെ ഒരു കാഴ്ചയായി വിവരിക്കാതെ ആ പ്രദേശത്തെക്കുറിച്ചും ആ നാട്ടിനെക്കുറിച്ചും കൂടിയുള്ള ഒരു അറിവിന് ഈ പുസ്തകം ഉപകരിക്കുന്നതാണ്. കപ്പിൾ പെയിന്റിംഗ് എക്സിബിഷനിലൂടെ പ്രശസ്തനായ ഉല്ലാസ് ബാബു കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകനാണ്. സംസ്ഥാന യുവജനോത്സവത്തിലെ മുൻ കലാതിലകവും പ്രമുഖ ചിത്രകാരിയുമായ സബീന നലവടത്താണ് ഭാര്യ. PK സുരേഷും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തും. ജില്ലാ വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. നിയമന നിരോധനം പിൻവലിക്കുക, പെൻഷൻ പ്രായം ഉയർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നിരാഹാര സമരം നടത്തുന്നത്. 14-ന് നടക്കുന്ന സമരത്തിന്റെ പ്രചരണാർത്ഥം നടന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. യോഗത്തിൽ പ്രദീപൻ മരക്കാപ്പ് അധ്യക്ഷനായി.
എം രാജീവൻ, ഷാലു മാത്യു, രാജ്മോഹനൻ, ശിവജി വെള്ളിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 465 കോടി രൂപയുടെ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചതായി മന്ത്രി KP മോഹനൻ പറഞ്ഞു. ദുരിതബാധിതർക്കായി കാനറ ബാങ്ക് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം പുല്ലൂർ പെരിയയിൽ നടന്നു. കേരകർഷകർക്ക് സഹായവുമായി നീര നവംബർ 1 വിപണിയിലെത്തും. പടന്നക്കാട് കാർഷിക കോളേജിൽ നീര പൈലറ്റ് പ്ലാന്റിന്റെ തുടർ പ്രവർത്തനങ്ങളുടെ അവലോകനം നടന്നു. JP ഡോക്ടർ ലോഹ്യ ദിനാചരണങ്ങൾ കാഞ്ഞങ്ങാട്ട് നടന്നു. മുൻമന്ത്രി K ചന്ദ്രശേഖരൻ സ്മരണികയുടെ പ്രകാശനം മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. നികുതി വർധനവിനെതിരെ BMS സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം തുടങ്ങി. കാഞ്ഞങ്ങാട്ട് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സ്കൂൾ ബസ് സ്റ്റാഫ് യൂണിയൻ കാഞ്ഞങ്ങാട് വെള്ളരിക്കുണ്ട് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മാനവ ഏകതാ മിഷൻ സംഘടിപ്പിക്കുന്ന പ്രത്യാശയുടെ പദയാത്രയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങി. ഉള്ളോടുള്ളം പരിപാടി കാഞ്ഞങ്ങാട്ട് നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.